എസ്എഫ്ഐക്ക് പിന്നാലെ ഗവർണർക്കെതിരെ പ്രത്യക്ഷ സമരവുമായി ഇടത് അധ്യാപകരും കോളേജ് ജീവനക്കാരും. ഇടത് അധ്യാപക സർവീസ് സംഘടനകൾ ഇന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. അധികാര ദുർവിനിയോഗം നടത്തി ചാൻസലർ സർവകലാശാലയെ കാവ്യവൽക്കരിക്കുകയാണ് എന്നാരോപിച്ചാണ് സമരം. ശരത് കെ ശശി വിശദാംശങ്ങളുമായി. ശരത്ത്, SFIക്ക് ഒരു പിൻബലം എന്നുള്ള നിലയിലാണോ അധ്യാപകരും ജീവനക്കാരും ഇപ്പോൾ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്? നികേഷ്, SFIക്ക് പിന്നാലെ ഇടത് അധ്യാപക ജീവനക്കാരുടെ സംഘടനയും പ്രത്യക്ഷമായി തന്നെ ചാൻസലറായ ഗവർണർക്കെതിരായ സമരവുമായി രംഗത്ത് ഇറങ്ങുകയാണ്. ഇന്ന് രാജ്ഭവനിലേക്ക് അധ്യാപക സംഘടനകളുടെയും അതുപോലെ തന്നെ ജീവനക്കാരുടെ സംഘടനയുടെയും നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അധ്യാപക സംഘടനയായ AKPCTA, AKGCT, KUTA തുടങ്ങിയ സംഘടനകൾ, അതുപോലെ തന്നെ NGO യൂണിയൻ, കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ തുടങ്ങിയ സംഘടനകളുടെയും എല്ലാം നേതൃത്വത്തിലാണ് ഇന്ന് മാർച്ച് നടക്കുന്നത്. സർവകലാശാല സെനറ്റിലേക്ക് ജനാധിപത്യപരമായി അംഗങ്ങളെ തെരഞ്ഞെടുക്കേണ്ടതിന് പകരം സ്വന്തം ഇഷ്ടപ്രകാരം സംഘപരിവാർ അനുകൂലികളെ തിരികെ കയറ്റുകയാണ് ചാൻസലറായ ഗവർണർ ചെയ്യുന്നത്. ഇത് അക്കാദമിക സമൂഹത്തിന് യോജിച്ചതല്ല. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിനുള്ള നീക്കം അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ രാജ്ഭവൻ മാർച്ച് നടക്കുന്നത്. ഇന്ന് ഗവർണർ കോഴിക്കോട് സർവകലാശാല ക്യാമ്പസിലേക്ക് എത്തുമ്പോൾ പ്രത്യക്ഷമായ സമരമുണ്ടാകുമെന്ന് SFI പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഗവർണർക്കെതിരെ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ രാജ്ഭവനിലും സമാനമായ നിലയിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും അധ്യാപകരുടെയും ജീവനക്കാരുടെയും ഭാഗത്തുനിന്നും പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിലെ അക്കാദമിക സമൂഹം ഒന്നടങ്കം ചാൻസലറായ ഗവർണർക്കെതിരെ തിരിയുകയാണ് എന്ന ഒരു പ്രചരണം ശക്തിപ്പെടുത്തുന്നതിന്റെ കൂടി ഭാഗമായാണ് രാജ്ഭവൻ മാർച്ച് നടക്കുന്നത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. 9 ഇടത് അധ്യാപക സർവീസ് സംഘടനകളാണ് ഈ മാർച്ചിൽ അണിനിരക്കുക. ശരത് കെ ശശിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ SFIക്ക് പുറമെ ഇടത് അധ്യാപക ജീവനക്കാരുടെ സംഘടനകളും സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. രാജ്ഭവൻ ഉപരോധിക്കുന്നതിനാണ് ഇപ്പോൾ ഇടത് അധ്യാപകരും ജീവനക്കാരും ഒരുങ്ങുന്നത്.